ശ്ലോകം 9. എപ്പോഴാണോ ഈ മരങ്ങൾ പൊട്ടി വീണത്, എന്തൊന്നില്ലാത്ത ശബ്ദമുണ്ടായി. പക്ഷേ ഭഗവാൻ ആ ശബ്ദം വിട്ടില്ല, ശബ്ദം പിടിച്ചു നിർത്തി. എപ്പോൾ ഈ യക്ഷന്മാർ പോയോ അപ്പോഴാണ് ശബ്ദത്തിനെ പുറത്തേക്ക് വിട്ടത്. അതുവരെ പിടിച്ചു നിർത്തി. അതാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 9. തതസ്തരുദ്ധാരണദാരുണാരവ. തരുക്കൾ, ഈ 2 വൃക്ഷങ്ങൾ ദാരുണാരവം, ഭയങ്കരമായ ശബ്ദം, വലിയ വൃക്ഷങ്ങളാണ്. അങ്ങനെ ഉദ്ധാരണം പൊട്ടിക്കപ്പെട്ടു. ആ പൊട്ടി വീഴുന്ന സമയത്ത് ഉണ്ടായതായ ശബ്ദത്തിനെ ഭഗവാൻ പിടിച്ചു നിർത്തി. എപ്പോൾ യക്ഷന്മാർ പോയോ അപ്പോഴാണ് ആ ശബ്ദത്തിനെ പുറത്തേക്ക് വിട്ട് ആ ശബ്ദം കേട്ടു. തരുദ്ധാരണ ദാരുണാരവ. ആ വൃക്ഷങ്ങൾ പൊട്ടിയതിൻ്റെ ഭയങ്കരമായ ശബ്ദം, ദാരുണ ആരവം. പ്രകമ്പി സമ്പാദിനി. അത് കേട്ടപ്പോൾ എല്ലാവരുടെ മനസ്സിലും എന്തെന്നില്ലാത്തൊരു ക്ഷോഭം, പ്രകമ്പനം. അയ്യോ, എന്താ, എവിടുന്നാണിത് എന്ന് പറഞ്ഞ് സമ്പാദിനി വേഗത്തിൽ ഓടി വരികയാണ്. സമ്പദിക്കുക. ആരൊക്കെ വന്ന? ഗോപമണ്ഡലേ. ഗോകുലം മുഴുവൻ ആ ശബ്ദം കേട്ടു. ഗോപമണ്ഡലം മുഴുവൻ അവിടെ നിന്ന് വന്നു. അവരെല്ലാവരും വന്നു. നന്ദഗോപുരം മുമ്പിലെത്തിയിട്ടുണ്ട്. നന്ദഗോപുരം കണ്ടു. ഉണ്ണി അപ്പുറത്ത് നിൽക്കണു, ഒരിൽ കെട്ടപ്പെട്ട് നിൽക്കണു. ഈ 2 വൃക്ഷങ്ങൾ 2 ഭാഗത്തേക്ക് മറിഞ്ഞു കൊണ്ടിരിക്കണു. ഭഗവാന്റെ വയറ്റിൽ കയറുണ്ട്. വേഗം പോയിട്ട് ആ കയറിനെ അഴിക്കുകയാണ്. ആരാണ് കുട്ടി ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഒന്ന് ഇടയ്ക്കൊന്നിങ്ങനെ നോക്കിയപ്പോൾ യശോദ എത്തിയിരിക്കണോടെ. യശോദ നിൽക്കണു. വിലജ്ജിത ത്വജ്ജനനീ മുഖേക്ഷിണ. ലജ്ജിച്ച് നിൽക്കുന്ന അദ്ദേഹം മനസ്സിൽ പറഞ്ഞത് പുറത്തേക്ക് കേട്ടു. ആരാണ് ഈ കുട്ടി എങ്ങനെ കിട്ടിയത് എന്നുള്ളത് കേട്ടു. അങ്ങനെ ലജ്ജിച്ചുകൊണ്ട് ത്വജ്ജനനീ, ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ അമ്മയായ ആ യശോദയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ഒന്നും പറയാൻ പോയില്ല. ആ നോട്ടം കൊണ്ട് മനസ്സിലാക്കണം. എത്ര വലിയ കുറ്റം ചെയ്താലും ഇങ്ങനെയുള്ള ശിക്ഷ കൊടുക്കാൻ പാടില്ല എന്ന് യശോദയെ മനസ്സിലാക്കിച്ചു. വിലജ്ജിത ത്വജ്ജനനീ മുഖേക്ഷിണ. അങ്ങനെ ലജ്ജിച്ച് നിൽക്കുന്നതായ ആ യശോദയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വ്യമോക്ഷി നന്ദേന. അങ്ങനെ നന്ദനാൽ മോചിപ്പിക്കപ്പെട്ടു. ആരെ മോചിപ്പിച്ചത്? ഭവാൻ വിമോക്ഷത. വിമോക്ഷത, എല്ലാവർക്കും മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന ആ ഭഗവാനെയാണ് മോചിപ്പിച്ചത്. ഭഗവാനെ ആർക്കെങ്കിലും ബന്ധിക്കാൻ സാധിക്കുമോ? ഇല്ല, ആർക്കും ബന്ധിക്കാൻ സാധ്യമല്ല. പക്ഷേ അങ്ങനെയുള്ള ആ ഭഗവാൻ തൻ്റെ ഭക്തയായ അമ്മയാൽ ബന്ധിക്കപ്പെട്ടു. അത് സമ്മതിച്ചു കൊടുത്തു. അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവട്ടെ. അതാണ് ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ കയ്യിലുള്ളതായ ആയുധം തെറിച്ചു പോകുന്നതായിട്ട് കാണിക്കും. ആർക്കെങ്കിലും തെറിപ്പിക്കാൻ സാധിക്കുമോ? ഇല്ല. പിന്നെ എന്തിനങ്ങനെ ചെയ്യണു? അപ്പുറത്ത് നിൽക്കുന്ന അയാൾ സന്തോഷിക്കട്ടെ, അതിനുവേണ്ടി. വിമോക്ഷി നന്ദേന ഭവാൻ വിമോക്ഷത. എല്ലാവരെയും മോചിപ്പിക്കുന്നതായ അങ്ങയെ നന്ദഗോപര് മോചിപ്പിച്ചു. ആരാ അവിടെ കെട്ടിയത്? യശോദ. ആരാ മോചിപ്പിച്ചത്? നന്ദന്. യശോദ മായ. മായയാണ് നമ്മളെല്ലാവരെയും കെട്ടുന്നത്. മായയാണ് ഈ വിഷയങ്ങളിലേക്ക് നമ്മളെ പിടിച്ചു കൊണ്ടുപോകുന്നത്.
അതിനെ രക്ഷിക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ, പുരുഷൻ. മായാ പുരുഷൻ, ഇത് രണ്ട് മാത്രമേ ഇവിടെയുള്ളൂ. യശോദ കെട്ടി നന്ദഗോപരെ മോചിപ്പിച്ചു. മായ നമ്മളെ കെട്ടുന്നു, വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകണു. എന്തുകൊണ്ട് വലിച്ചു കൊണ്ടുപോകണു? മായ വല്ലതും ചെയ്യണ്ടോ? ഇല്ല. നമ്മളിലുള്ള ഗുണമാണ് അങ്ങനെ ആവുന്നത്. രജസ്തമോ ഗുണങ്ങൾ അധികമാണെങ്കിൽ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകും. സത്വഗുണമാണെങ്കിലോ ഭഗവാനെ ഭജിക്കാനായിട്ട് വരും. അപ്പോൾ നമ്മളെ മോചിപ്പിക്കുന്നത് ആ പുരുഷൻ, ആ വിരാട് പുരുഷൻ, ആ ഭഗവാൻ മാത്രമാണ്. അങ്ങനെ എല്ലാവർക്കും മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന ആ ഭഗവാനെ നന്ദഗോപരെ മോചിപ്പിച്ചു. നമുക്കുള്ള ഉപദേശമാണ്. മായയാൽ ബന്ധിക്കപ്പെട്ടവരാണ്, കെട്ടപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ആ മായാബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഭഗവാനെ ഭജിക്കൂ, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കൂ, എപ്പോഴും ജപിക്കൂ. നാമജപം നമുക്ക് എല്ലാവർക്കും സാധ്യമാണല്ലോ. എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. നാമസങ്കീർത്തനം എല്ലാവർക്കും സാധിക്കുന്നതാണ്. ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനു, നീരിന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനു, നാരായണാച്യുത ഹരേ എന്നതിനൊരുവർ നാവൊന്നേ വേണ്ടു, ഹരിനാരായണായ നമഃ. ഇന്ന സ്ഥലം വേണമെന്നില്ല, എവിടെ ഇരുന്ന് ജപിക്കാം, ടോയ്ലറ്റിൽ ഇരുന്ന് ജപിക്കാം, ജപിക്കണം. ചില ഭാരങ്ങൾ വേണ്ടതിനു, പൂജിക്കുന്ന സമയത്ത് നമ്മൾ പലതും ഒരുക്കും അല്ലേ, ഒന്നും വേണ്ട. നീരിന്നു വേണ്ട ചില യാഗാദി കർമ്മങ്ങൾക്ക് വെള്ളം വയ്ക്കണം, വേണ്ട. നിജധാരങ്ങൾ വേണ്ടതിനു ചില യാഗങ്ങൾക്ക് ഭാര്യയും കൂടിയിരിക്കണം, വേണ്ട. പിന്നെ എന്താ വേണ്ടത്? നാരായണ അച്യുത ഹരേ എന്ന് വിളിക്കാൻ അവനവൻ്റെ നാക്ക് മാത്രം മതി. വേണോ മോളെ? നാക്ക് വേണോ? വേണ്ട, നാക്കും വേണ്ട. പിന്നെ എന്തുകൊണ്ട് നാക്ക് വേണമെന്ന് പറഞ്ഞു? ചുറ്റും നിൽക്കുന്നത് വൃക്ഷങ്ങളാണ്, ജന്തുക്കളാണ്, അവരൊക്കെ പാപം ചെയ്തവരാണ്. അവർ ഈ നാമം കേട്ടിട്ട് അവർക്ക് മോക്ഷം കിട്ടും. അതിനു വേണ്ടിയാണ് ആ വിധത്തിൽ എഴുത്തച്ഛൻ നാവ് ഉറക്കെ പറയാൻ പറഞ്ഞത്. ഉറക്കെ പറയേണ്ട ആവശ്യമില്ല, നമുക്കത് സാധ്യമല്ല. അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴായാലും ശരി, വീട്ടിൽ എന്തു പണി ചെയ്യുന്ന സമയത്തും നാമം ജപിക്കൂ. ആ നാമജപം കൊണ്ട് ഭഗവാൻ നമ്മളെ രക്ഷിക്കും. വിമോക്ഷി നന്ദേന ഭഗവാൻ വിമോക്ഷത. എല്ലാവരെയും മോചിപ്പിക്കുന്നത് ആ ഭഗവാനാണ്. ആ ഭഗവൻ നാമം നിരന്തരം ജപിച്ച് ആ സ്മരണ നിലനിർത്തണം.